ഞാൻ പ്രിയദർശിനിയുടെ കാര്യം പറയാൻ വന്നു കണ്ടോ. ഇന്ന് ഞാൻ യാത്ര ചെയ്ത കേട്ടോ 10 രൂപ ഫ്രീ ആയിട്ട്. ഇതെനിക്ക് ഒത്തിരി സന്തോഷം തോന്നും. കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ കുഞ്ഞിലെ 5 രൂപ മതിയാണ് മിനിമം ചാർജ്. 5 രൂപ മതിയായിരുന്നു. ആ 5 രൂപ എടുക്കാനില്ലാഞ്ഞിട്ട്, അതായത് അങ്ങോട്ടും ഇങ്ങോട്ട് 10 രൂപ വേണം. ഒപ്പി ചാർജ്, ഒപ്പി ടിക്കറ്റ് എന്ന് പറയുന്നത് 100 രൂപയാണ്. എനിക്ക് പനി പിടിച്ചപ്പം ആ 10 രൂപ ഇല്ലാത്തതിൻ്റെ പേരിൽ ഞാനും എൻ്റെ അമ്മയും കൂടെ നടന്ന് കോട്ടയത്ത് ജില്ലാ ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കണ്ടിട്ട് വന്ന സാഹചര്യങ്ങളുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഇത് കണ്ടപ്പോൾ എനിക്ക് സന്തോഷം തോന്നി. കാരണം ഇന്നും കൊണ്ടോടും അതുപോലെ ബുദ്ധിമുട്ടുന്നവർ, അവർക്ക് ഒരു നേരമെങ്കിൽ ഒരു 10 രൂപ പോലും കൊടുക്കാതെ ബസ്സിൽ പോയി അവരുടെ കാര്യങ്ങൾ കണ്ടിട്ട് തിരിച്ചു വരാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നടക്കട്ടെന്ന്, അവർ ചെയ്യട്ടെന്ന്. നമ്മളെ പൈസയുള്ളവരൊക്കെ ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്യും. ഓർഡിനറിയിലൊക്കെ യാത്ര ചെയ്യുന്നത് സാധാരണക്കാർ മനുഷ്യരാന്നേ. ഇന്നിപ്പോൾ തന്നെ ഞാൻ പറയട്ടെ, 2 അറ്റം കൂട്ടിമുട്ടി ചെയ്യാൻ വേണ്ടി ബുദ്ധിമുട്ടുന്ന എത്രയോ പേര് കാണും. അവർക്കിപ്പം ഒരു സൈഡ് 15 രൂപ എന്ന് വെച്ച് കൂട്ടില്ലോ, അല്ലെ 10 രൂപ എന്ന് വെച്ച് കൂട്ടില്ലോ. ഒരു സൈഡ് 10 രൂപ തന്നെ ആകുമ്പോഴത്തേക്കും മറു സൈഡ് 10 രൂപ 20 രൂപ വെച്ച് 30 ദിവസമാകുമ്പോഴത്തേനും ആലോചിച്ച് നോക്കിയേ, അവർക്ക് 600 രൂപ ലാഭം കിട്ടിയില്ലേ? ആ 600 രൂപ കൊണ്ട് അവരുടെ വീട്ടിൽ മറ്റെന്തെങ്കിലും കാര്യം നടക്കുന്നുണ്ടെങ്കിൽ അവർ നടത്തിട്ടെന്ന്. പൈസ ഉള്ളവർ പൈസ എടുത്ത് പോടേ, അതല്ലേ നല്ലത്. എന്തിനാണ് മറ്റുള്ളവരുടെ പാവക്കട കഞ്ഞിയിൽ എന്തിനാണ് പാറ്റ ഇടാൻ പോകുന്നത്? അതുകൊണ്ട് എന്ത് ഫലമാണ് കിട്ടുന്നത്? അവർ യാത്ര ചെയ്യട്ടെ, പോകുന്നത്രയും നാളൊക്കെ പോട്ടെ. ഒരു 2-3 മാസം പോത്തിറങ്ങി അത്രയും നാൾ പോട്ടെ. ഓർഡിനറി ഇപ്പം ഞാൻ ചോദിക്കട്ടെ, എല്ലാ ബസ്സിലും ഒന്ന് ഫ്രീ ആക്കാൻ പറ്റുമോ? അവരങ്ങനെ വോട്ട് കിട്ടാൻ വേണ്ടി പറഞ്ഞു സമ്മതിക്കും. പക്ഷേ എന്നാൽ പോലും നിങ്ങളൊന്നും ബുദ്ധി ഉണ്ടെങ്കിലും ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ പോരെ, എല്ലാ ബസ്സിലും ഒന്ന് ഫ്രീ ആക്കാൻ പറ്റുമോ? അന്നേരം പിന്നെ എങ്ങനെ സർക്കാർ ഡിപ്പോ കൊണ്ട് നടക്കും? KSRTC ഡിപ്പോയിലെ ജീവനക്കാർക്ക്